Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനെ പറ്റി നമ്മൾ ഇന്നും ഇവിടെ അതിൻ്റെ യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 4ൻ്റെ നമ്മളെ പേര് മിസ് ജസ്റ്റ് പേര് ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതിനുള്ള ഒബ്ജക്റ്റീവ്സ്, എക്സ്പ്ലനേഷൻ, ഡെഫിനീഷൻസ് എന്നിവയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ യൂണിറ്റിൻ്റെ നെയിം യൂണിറ്റ് 4 ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. ഓക്കെ, ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ, നെക്സ്റ്റ് ഈസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ആൻഡ് വാട്ടർ സൈക്കിൾ ആൻഡ് ദെൻ ഫോംസ് ഓഫ് വാട്ടർ ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സർഫേസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ, then degradation of water sources and flood of droughts, then conservation and management of water resources. then വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മെയിനായിട്ട് നമ്മളിതിൽ റിസോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് റിസോഴ്സസ് ഉണ്ട്, വാട്ടർ റിസോഴ്സസ് ആണ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ജലം നമുക്ക് ദൈവം തന്ന വരദാനമാണെന്ന് നമുക്ക് പറയാം. എങ്കിലും വെള്ളം, വാട്ടർ, അവർ ബേസിക് നീഡ്സിൽ നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേസിക് നീഡ് തന്നെയാണ് വാട്ടർ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ആ വാട്ടറിൻ്റെ നീഡ്സും അത് നമ്മൾ എങ്ങനെയൊക്കെ നമ്മളതിന് ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ആൻഡ് വിച്ച് ആർ ദ മെയിൻ റിസോഴ്സസ് ഓഫ് അവർ എർത്ത്. Okay, then first introduction, what is water and what is the importance of water, what is water resources that benefit, so many matters in discuss in this area. First is introduction, just miss vaayikam introduction first bhagam. Then in the previous unit you have studied water resources and support and living forms of including human being and importance of environment and how energy moves to our procedures, trees, like etc. Thereafter to behavior of present unit we shall discuss the resources about only water resources. Okay, it's our prime concern to use our natural treasury wisely to our demand of natural resources. It rapidly increasing, however we believe that it be used discriminately, and this is partly because of tremendous and population and partly due to lack of realization of our part that these resources are limited and unlimited and will be exhausted one day. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റലായി ബന്ധപ്പെട്ട വാട്ടർ റിസോഴ്സിനെ പറ്റി. അത് നമ്മൾ വാട്ടർ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂഷണം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെയാണ് വാട്ടറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, നമ്മുടെ അറൗണ്ട്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ എന്നീ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിതിൽ പറയുന്നത് എക്സ്പെക്റ്റഡ് ലേണിങ്സ് ആൻഡ് ഔട്ട്കംസ്. നമ്മളെപ്പോഴും പറയുന്ന നമ്മുടെ പോയിന്റ്സ് ആണ് expected learning outcomes. The first is define renewable and non-renewable resources. Explain how various human activities in agriculture and industry. നമ്മളെപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി സെക്ഷനെ പറ്റി നമുക്കറിയാം. അതെങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് വാട്ടർ റിസോഴ്സിനെ ബാധിക്കുന്നത് എന്നാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ഹൗ വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഹാവ് ലെഡ് ടു degradation of land and water resources. Describe how environmental degradation had led to condition to floods and droughts. ഫ്ലഡ്സ് ഒക്കെ വന്നാലുള്ള ദുരന്തം നമുക്കറിയാം. നാച്ചുറൽ കലാമിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ത് ഫ്ലഡ്സ്. നമുക്കറിയാം 2018 വന്നതും നമ്മൾ അനുഭവിച്ചതുമായ അതിലെല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിയെ നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് പ്രകൃതി ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത്. അത് പല ദുരന്തങ്ങളായിട്ടാണ് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലഡായി ദെൻ കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, പിന്നെ പേമാരി, പല രൂപത്തിലും നമുക്ക് എന്തായി പ്രകൃതി നമ്മൾ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. ദെൻ അതിനെപ്പറ്റി നെക്സ്റ്റ് ഇതിൽ പറയാം എക്സ്പ്ലെയിൻ ദ ഫിനോമിന ഓഫ് സോയിൽ ഇറോഷൻ, അതായത് മണ്ണൊലിപ്പ്. അതും വേറൊരു വിഭാഗം. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ
soil erosion and desertification, how is a wise and careful planning, various natural resources like land and water. എപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് എന്ത്, വേരിയസ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡ് ഭൂമിയും നമ്മുടെ എന്ത് ലാൻഡ് ആൻഡ് വാട്ടർ, അതായത് വെള്ളവും നമ്മുടെ ഭൂമിയിൽ എൻവയോൺമെൻറ്റ് മീൻസ് ഭൂമി എർത്തിനെ പറ്റിയിട്ട് തന്നെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ആൻഡ് അൺസസ്റ്റൈനബിൾ മാനർ. നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി മാത്രമേ നമ്മൾ നമ്മുടെ ചുറ്റുപാട് സറൗണ്ടിങ്സിലുള്ള ഓരോ റിസോഴ്സസിന്, വാട്ടർ ആയാലും സോയിൽ ആയാലും റിവർ ആണെങ്കിലും അത് ഇനിയിപ്പം എന്തായാലും റിവറിലെ എക്കോസിസ്റ്റത്തെ നമ്മൾ പറഞ്ഞു, റിവർ നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്താണ് ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭൂമിയെ നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുകയെന്നെങ്കിലും വേണമെന്ന ന്യൂ ജനറേഷനായ ആളുകൾ നമുക്ക് പറയാനുള്ളത്. അതിനെല്ലാം കൂടി ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ, ദെൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസിനെ പറ്റി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ റിസോഴ്സസ് ആർ 2 kinds of resources and some of the resources of earth are replaced from time to time by natural multiplication such as vegetation. In other words, these resources are regenerated and are therefore called renewable resources. അതായത് forests and pastures, wildlife and അക്വാട്ടിക് ലൈഫ് ആർ എക്സാമ്പിൾ ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് ഫോറസ്റ്റ് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഭൂമി തന്ന വരദാനങ്ങൾ പോലെ ഭൂമി തന്ന ഗിഫ്റ്റാണ് നമുക്ക് ഫോറസ്റ്റ്. ദെൻ വൈൽഡ് ലൈഫ് തന്നെ നമ്മുടെ കാട്ടിലുള്ള ആ ഒരു കാട്ടിൽ ഇഷ്ടംപോലെ ജീവികൾ താമസിക്കുന്നുണ്ട്, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഫോറസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കാട് വെട്ടി മരങ്ങൾ വെട്ടി നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമുക്കറിയാം ഫോറസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഫോറസ്റ്റിനെ സേവ് ചെയ്യാൻ പ്രകൃതി സ്നേഹികളായ കുറച്ച് ആളുകൾ വേറെയും വിഭാഗത്തിലുണ്ട് നമുക്കറിയാം. ഓക്കെ, ദെൻ ഇതിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റിന്യൂവബിൾ വാട്ടർ റിസോഴ്സസ് ആണ്. വാട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ കോമ്പണൻസ് ഇൻ ലൈഫ്. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. വാട്ടർ ഈസ് ദ മെയിൻ ബേസിക് നീഡ്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ വേറൊരു വേർഡാണ് വാട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ കോംപ്ലിമെൻറ്റ്. എസെൻഷ്യൽ നിങ്ങൾക്കറിയാം, ഏറ്റവും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റിസോഴ്സസ് ആണ് എന്ത്, വാട്ടർ. Our water resources are limited through apparently water is available in an abundant quality. There is a scarcity of usable quantity of water in large parts of the world. നമ്മൾ scarcity means ദൗർലഭ്യം എന്നാണ്. അതായത് വാട്ടർ ദൗർലഭ്യം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് ഇതിൽ നിന്നും, ഈ ഒരു കണ്ടന്റ് മൊത്തം വായിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രഷ് വാട്ടർ. നമ്മുടെ ഈ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഭൂമിയിൽ എല്ലായിടത്തും നമ്മുടെ വാട്ടർ ഏതൊക്കെ അളവിൽ ഏതൊക്കെ വിഭാഗത്തിലേക്കാണ്, എത്ര ശതമാനത്തിൽ പെർസെൻറ്റേജ് ആയിട്ടും ഇവിടെ സെക്ഷനായി തരംതിരിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ മീൻസ് ഇവിടെ പറയുന്നത് ലിക്വിഡും ഫ്രോസണും. അത് ലേക്സിലും ലേക്സ്, സോയിൽ, റിവേഴ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ, ബയോളജിക്കൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ നിങ്ങൾക്കറിയാം, ഭൂമിക്കടിയിലുള്ള ജലം ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നു. ലേക്സ് അറിയാം, സോയിൽ അറിയാം, റിവേഴ്സ് അറിയാം. ഇതെല്ലാം ടൈപ്സ് ഓഫ് ഫ്രഷ് വാട്ടറിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ആ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നവർ അത് ജസ്റ്റ് ഒന്ന് കേൾക്കുന്നതിനോട് കൂടി ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലേക്ക്, സോയിൽ, റിവർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോളജിക്കൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. അതായത് ഫ്രോസൺ മീൻസ് മഞ്ഞായിട്ട് അത് 80% നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ദെൻ ലിക്വിഡ്, അതായത് ദ്രാവക രൂപത്തിൽ വരുന്നത് ഏകദേശം 20 ആൻഡ് ലേക്സിലേക്ക് അത് 0.2% ലേക്സിലേക്ക് പോകുന്നത് തടാകത്തിലേക്ക് പോകുന്നു. ദെൻ സോയിൽ, മണ്ണിലേക്ക് വീഴുന്നത് 0.04%. ദെൻ റിവേഴ്സ്, അതായത് നമ്മുടെ പുഴയിലേക്കാണ് മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓരോ വിഭാഗത്തിലേക്ക് പോകും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിവേഴ്സിലേക്ക് പോകുന്നത് 1.02. ദെൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 0.02. ദെൻ ബയോളജിക്കൽ, അതായത് ഗ്രൗണ്ട് വാട്ടർ, അതായത് നമ്മൾ താഴേക്ക് ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എത്രയാണ്, 13 or 19.7. ഓക്കെ, അപ്പോൾ ഇത്രയും അത് ജസ്റ്റ് ആ ടേബിൾ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ടേബിൾ ജസ്റ്റ് മിസ് പറയുന്നൊന്ന് അതൊന്ന് ടിക്ക് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം.
നെക്സ്റ്റ് നമുക്ക് വാട്ടർ സർക്കിളാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് വാട്ടർ സർക്കിൾ, ഹൈഡ്രോളജിക്കൽ സർക്കിളിനെ പറ്റിയാണ് പറയുന്നത്. ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഈസ് എർത്ത് ഇൻ കണ്ടിന്യൂസ് ആൻഡ് ഫോംസ് ഓഫ് കോംപ്ലക്സ് ഇന്റർ റിലേറ്റഡ് ലൂപ്സ് ആൻഡ് സൈക്ലിംഗ് ഓഫ് വാട്ടർ ഇൻവോൾവ്സ് അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം ഒരു സൈക്ലിംഗ് ആണ്, ജലം അന്തരീക്ഷത്തിലെത്തുന്നു, അത് ആകാശത്തിലെത്തും, അങ്ങനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഭൂമിയിൽ മഴയായി പെയ്യുന്നതിനൊരു സൈക്ലിംഗ് ആണ്. അത് ഏതൊക്കെ തരത്തിലും എന്താണ് ആ സൈക്ലിങ്ങിലുള്ള ഘടകങ്ങൾ എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സൈക്ലിംഗ് ഓഫ് വാട്ടർ ഇൻവോൾവ്സ് അറ്റ്മോസ്ഫിയർ, സീ എർത്ത് ആൻഡ് എൻറ്റയർ ലിവിങ് ബയോഡാറ്റ. നമ്മുടെ entire living and circulation water is highly dynamic and global extent. However, the sake of convenience is divided into different categories. അതായത് നമ്മുടെ ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലെത്തി മഴയായി വീണ്ടും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന സൈക്ലിംഗ്, അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ജസ്റ്റ് പിക്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ പിക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. റെയിൻഫാളിനെ പറ്റി പിക്സ് ഉണ്ട്, റൺ ഓഫ് ആൻഡ് ദ സബ്ലിമേഷൻ, then evaporation, transpiration and forms of water. ഇതൊക്കെ ഓരോ കാറ്റഗറൈസ് ചെയ്തിൽ കൊടുത്തിട്ടുണ്ട്. അത് മിസ് ജസ്റ്റ് വായിക്കാം. അതിൽ ഫോംസ് ഓഫ് വാട്ടർ ആണ് ഫസ്റ്റ് പോയിന്റ്. വാട്ടർ എക്സിസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ത്രീ ഫോംസ് ഇൻ വാട്ടർ: ഫ്രഷ് വാട്ടർ, ബ്ലാക്കിഷ് വാട്ടർ ആൻഡ് മാരി വാട്ടർ. Then അതിൽ ഫ്രഷ് വാട്ടർ, വാട്ട് ഈസ് ഫ്രഷ് വാട്ടർ ഈസ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് in which contains many suitable salts. In fresh water the total salt content remains under 1.5%. അതായത് ഇൻ ഫ്രഷ് വാട്ടർ ടോട്ടൽ സാൾട്ട് കണ്ടന്റ് റിമെയിൻസ്, അതായത് സാൾട്ട് ഉപ്പിൻ്റെ ലവണാംശം, ഉപ്പിൻ്റെ അംശം കൂടുതലും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വാട്ടറിൻ്റെ ആ ഒരു സിറ്റുവേഷനാണ് എന്ത് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്ലാക്കിഷ് വാട്ടർ, ബ്ലാക്കിഷ് അല്ല ബ്രാക്കിഷ് വാട്ടർ, BRACKISH ആണ് സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. BRACKISH, brackish water. The content of dissolved salt is brackish water is higher than fresh water and ranges between 0.5 and 3.5%. അതായത് ഓരോ ശതമാനത്തിൽ അടങ്ങിയിരിക്കുന്ന വാട്ടറിൻ്റെ ആ ഒരു എന്താ പറയുക പെർസെൻറ്റേജ് പ്രകാരമാണ് വാട്ടറിനെ തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, മനസ്സിലാവും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബ്രാക്കിഷ് വാട്ടർ ബിറ്റ്വീൻ 0.5 and 3.5% എന്ന് ആ ഒരു വാട്ടറിൻ്റെ ശതമാനത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആ വാട്ടറിൻ്റെ ആ ഒരു ലെവലിനെയാണ് എന്ന് പറയുന്നത് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ദീസ് വാട്ടർ ഈസ് contains salty range and distinct from fresh or marine water in the which represent tail and river mixing of fresh water with sea water, result of brackish water. നമുക്കറിയാം നമ്മുടെ ജലം ഒഴുകിപ്പോയി എത്തുന്നത് റിവറിലാണ്. നമുക്ക് ആ റിവറിലെ ജലം ഒഴുകിപ്പോയിരുന്നത് സീയിലാണ്. അപ്പോൾ ഈ ഒരു ബ്രാക്കിഷ് വാട്ടർ എന്തിലേക്ക് കലരുന്നു? സീയിലേക്കും കലരുന്നുണ്ട്, എവിടേക്കും റിവറിലേക്കും ലേക്കിലേക്കും ഒക്കെ പോയിട്ട് കലരുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് മാരിൻ വാട്ടർ. The seawater is highly saline. The average salt, the seawater remains almost contain 35 parts of salt per 1000 parts of water. അതായത് വാട്ടറിൻ്റെ പാർട്സ് ആക്കിയിട്ടാണ് ഒരു പെർസെൻറ്റേജ് ലെവലിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീ വാട്ടർ ഈസ് ഹൈലി average salinity of water remains almost contain 35 parts of water. 35 parts of water എന്ന ലെവൽ അടങ്ങിയിട്ടുള്ളതാണ് എന്ത് മാരിൻ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സർവീസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. നമുക്കറിയാം നമ്മുടെ ഫോറസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, നമ്മളെ വാട്ടറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, സോയിലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. മനുഷ്യൻ തൊടാത്ത ഭൂമിയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഇപ്പോഴുള്ളൂ എന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാ മേഖലകളിലേക്കും മനുഷ്യൻ്റെ കൈ കടത്തുകൾ അല്ലെങ്കിൽ കടന്ന് ചെല്ലുന്നു എന്ന് തന്നെ. അത് എക്സ്പ്ലോയിറ്റ് ആവാം. ഒരു പക്ഷേ 100ൽ ഒരു 20% ആളുകളും ഫോറസ്റ്റ് സേഫ് ആക്കാനും സോയിൽ സേഫ് ചെയ്യാനും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓരോ റിസോഴ്സസും സേഫ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് കൂടുതലും നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ്. നെക്സ്റ്റ് പോയിന്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ എത്ര ലെവൽ ഓഫ് പെർസെൻറ്റേജ് വാട്ടറാണ് സീയിലേക്ക് പോകുന്നത്, ലേക്കിലേക്ക് പോകുന്നത്, അറ്റ്മോസ്ഫിയറിൽ എത്ര ലെവൽ വാട്ടറാണ് എന്നുള്ളതിൻ്റെ അനുപാതത്തിലാണ് വാട്ടറിനെ ഓരോ പേരിൽ നമ്മൾ വിഭാഗീകരിച്ചിരിക്കുന്നതെന്നാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ പെർസെൻറ്റേജ് മിസ്സോടെ വായിച്ചിട്ടുണ്ട്, അതൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് എക്സാമിന് വരും, അത് നോക്കാം.
നെക്സ്റ്റ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ മിസ് മെയിൻ പോയിന്റ് മാത്രമേ മിസ് കവർ ചെയ്ത് പോകുന്നുള്ളൂ. നെക്സ്റ്റ് അവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സർഫേസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ, അതായത് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ground water and soil and resources, groundwater, so many other things in here. Then first is our exploitation of surface and groundwater. The first point is water which falls in the forms of precipitation moves down into the soil through rocks and get accumulated groundwater. നമുക്കറിയാം മഴ പെയ്യുമ്പോൾ ഭൂമിയിലുള്ള കല്ലുകളിലും, റോക്സ് മീൻസ് പാറകളിലും മണ്ണിലും തട്ടി ജലം ഒഴുകി വരുന്നത് എങ്ങോട്ടാണ്? ഇറ്റ്സ് ഗോയിങ് ടു ഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. ദാറ്റ്സ് കോൾഡ് ഗ്രൗണ്ട് വാട്ടർ. ദ ലെയർ ഓഫ് റോക്സ് ത്രൂ വിച്ച് ഇറ്റ്സ് down is known as aquifer, and water can be unfulfilled in digging out of wells. Groundwater can be found in 2 layers of soil. Groundwater നമ്മുടെ മണ്ണിൻ്റെ പല സെക്ഷനിലൂടെ, അതായത് ഫസ്റ്റ് സോയിൽ, സെക്കൻഡ് സോയിൽ, ലെയേഴ്സ് എന്നാ പറയും, പാളികൾ എന്ന് പറയുന്നു. ആ ഓരോ പാളിക്കും അതിൻ്റെതായ ഓരോ അനുപാത, അതായത് ജലം താങ്ങി നിർത്താനുള്ള ശേഷി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വൺ ലെയറിലാണ് ഫസ്റ്റ് തങ്ങി നിൽക്കുന്നത്. അവിടെ നിൽക്കാതെ പെരുമഴ വരുമ്പോഴാണ് സെക്കൻഡ് ലെയറിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് സോൺ ഓഫ് ഏരിയേഷൻ. ദാറ്റ്സ് കോൾഡ് സോൺ ഓഫ് ഏരിയേഷൻ. സോൺ മീൻസ് ഓരോ പാളികളിലൂടെയും എത്തുന്ന ഒരു ഏരിയ വിളിക്കുന്ന നെയിമാണ് സോൺ ഏരിയ. ഓക്കെ, അതായത് വാട്ടറിനെ താങ്ങി നിർത്താൻ ഭൂമിയിലുള്ള പ്ലേസസിനുള്ള ആ ഒരു കഴിവ്, അത് സോൺ ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, water table is the boundary between the its importance to decrease amount of groundwater provides of constant supply for the different purpose and is likely dry up under natural conditions. നമ്മുടെ വരണ്ട കാലാവസ്ഥകൾ, നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്ന നമ്മുടെ വാട്ടർ, അതായത് സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്ന വാട്ടർ നമ്മൾ വേനൽക്കാലങ്ങളിൽ ആ ഗ്രൗണ്ടിലുള്ള ആ ഒരു നനവ് അല്ലെങ്കിൽ ആ ഈർപ്പമാണ് പിന്നീട് നമുക്ക് എന്തായി വരുന്നത്, നമുക്കൊരു ബെനിഫിറ്റായിട്ട് ഭാവിയിലേക്ക് വരുന്നത്. മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ വേനൽക്കാലമാണ്. വേനൽക്കാലത്തിലേക്ക് നമ്മുടെ ഭൂമി ഈർപ്പമുള്ള സ്ഥലങ്ങളായി കാണപ്പെടുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വാട്ടർ തങ്ങി നിൽക്കുന്ന ഏരിയ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡീഗ്രേഡേഷൻ ഓഫ് വാട്ടർ സോഴ്സസ് ആൻഡ് ഫ്ലഡ്സ് ആൻഡ് ഡ്രോട്ട്സ് ആണ്. നമുക്കറിയാം ഫ്ലഡ്സും ഡ്രോട്ട്സും നിങ്ങൾക്കറിയാം. ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. നേരത്തെ മിസ് ഡിസ്കസ് ചെയ്തൊരു ഏരിയ ആണ്. നാച്ചുറൽ കലാമിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയതും പലരും മരണപ്പെടാനും നമ്മുടെ ജനറേഷൻ തന്നെ ഇല്ലാതാവാനും നമ്മുടെ ആളുകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ജീവൻ തന്നെ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനാണ് ഫ്ലഡ്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ നാച്ചുറൽ കലാമിറ്റി. നമുക്കറിയാം ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ ഓഫ് ഓൾ നാച്ചുറൽ കലാമിറ്റീസ്. മോസ്റ്റ് കോമൺ ആയി എന്ന് പറയുന്നില്ല, എല്ലായിടത്തും എന്തുണ്ട്, ഫ്ലഡ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് മഴ കൂടുമ്പോൾ ഓരോ പ്രദേശവും വെള്ളത്തിലാവുന്നു, അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ഫ്ലഡ്സ് റെഗുലർലി ക്ലെയിം ഓവർ 20,000 lives and adversely affect of 75 million people annually worldwide. അതായത് ഓരോ വർഷവും വരുന്ന ഫ്ലഡ്സിൽ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ബംഗ്ലാദേശ് alone accounts for about 2/3 of global loss of due to floods. ഇന്ത്യ, അതായത് ബംഗ്ലാദേശ്, ഇന്ത്യ ഓരോ എക്സാമ്പിൾസ് ഇതാണ് പറയുന്നത്. ജനങ്ങളുടെ മരണ റിപ്പോർട്ടുകൾ, അതായത് ഫ്ലഡ്സ് വന്നിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അധികവും നമ്മൾ എന്താണ് ജീവൻ തന്നെ പോകുന്ന ഒരവസ്ഥയാണ്. ഇന്ത്യ അക്കൗണ്ട്സ് ആർ 5th or global death count of loss of 600 million every year on an average, more than the loss of life of damage and property. നമുക്കറിയാം പ്രോപ്പർട്ടി ഡാമേജ് ആവുന്ന ഒരവസ്ഥ. നമ്മുടെ പ്രോപ്പർട്ടി മീൻസ് സ്വത്തുവകകളൊക്കെ ഒലിച്ചു പോകും, മീൻസ് പാടശേഖരങ്ങൾ. ചില വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം, പല കാലഘട്ടങ്ങളിലായി വരുന്ന ഒരു സംഭവമാണ് ഫ്ലഡ്സ്. ആ സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടീസ്, അതായത് ഒരു വീട് ഒലിച്ചു പോവുക, വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രോപ്പർട്ടീസ് മീൻസ് നമ്മുടെ കട്ടിൽ ഒലിച്ചു പോകുന്നു, മേശ ഒലിച്ചു പോകുന്നു, ഫ്രിഡ്ജ് ഒലിച്ചു പോകുന്നു, നമ്മുടെ അതൊക്കെ പ്രോപ്പർട്ടീസാണ്. ചെറിയ കുഞ്ഞ് സ്മോൾ പ്രോപ്പർട്ടീസ്. അതുകൂടാതെ എന്താവുന്നു, വലിയ വലിയ വീടുകൾ തന്നെ ഒലിച്ചു പോകുന്നു, നമ്മുടെ കാറുകൾ ഒലിച്ചു പോകുന്നു, ചില ആളുകളുടെ സ്ഥലങ്ങൾ ഇല്ലാതെയാവുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു നാച്ചുറൽ കലാമിറ്റിയായ ഫ്ലഡിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. Flood is a discharge of water that exceeds the canal capacity of river, and its flood are caused by different factors that include in construction of dams and
reservoirs at appropriate places. Like it's possible to reduce the adverse effect of flood by അതായത് റെഡ്യൂസ് ചെയ്യാൻ ഫ്ലഡ് ഇല്ലാതെ ആവാൻ അല്ലെങ്കിൽ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാനേ നമുക്ക് പറ്റൂ. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക റിവറിലൊക്കെ വെള്ളം കൂടി അത് ലേക്സിൽ വെള്ളം കൂടി നമ്മുടെ കരയെയും വിഴുങ്ങാൻ വരുന്ന ആ ഒരു സിറ്റുവേഷൻ റിവർ കൂടുതലും റിവർ നിറഞ്ഞ് കവിഞ്ഞൊഴുകി നമ്മുടെ കരപ്രദേശത്തെയും വിഴുങ്ങാൻ പാകത്തിൽ വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഫ്ലഡ് എന്ന് പറഞ്ഞു. അത് റെഡ്യൂസ് ചെയ്യാൻ മീൻസ് അത് ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഭൂമിയിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവിങ് ദ ക്യാരിങ് ഓഫ് കപ്പാസിറ്റി ഓഫ് റിവേഴ്സ് ആൻഡ് കാനൽസ് and diversion of flood waters a river of channel to other channels and channels, introducing floodplain management of techniques and preparing ponds, rivers, tanks, leading channels by removal, construction and avoiding constructions. അപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ മിനിമം ക്വാളിറ്റി കൊടുത്തുകൊണ്ട് ഡാംസ് ആയാലും എന്ത് കൺസ്ട്രക്ഷൻ വർക്കായാലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയോട് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഈ ഒരു ഫ്ലഡിൻ്റെ സമയത്തും നമ്മളെ കൂടുതൽ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ജനങ്ങളുടെ ജീവൻ്റെ ഭീഷണി ആവുന്ന സമയത്ത് നമ്മളെ ജനങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു എന്താ പറയുക ഒരു സമയമായിരിക്കും എന്ത് ആ വെള്ളം കൂടുന്നോ നമ്മളിങ്ങനെ മനസ്സിലൊരു പേടി ലാസ്റ്റ് വെള്ളം കൂടി ഡാം എന്താ ഓപ്പൺ ചെയ്യോ ഡാമൊക്കെ നിറഞ്ഞു കവിഞ്ഞു പറയുമ്പോൾ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു മാനസികമായൊരു പേടി സമ്മർദ്ദം വെപ്രാളെല്ലാം ഒരു സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ നല്ല അത് വരാതിരിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡാംസ് നിർമ്മിക്കാനാണ് മറ്റുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ലൈക്ക് ഫ്ലഡ് ഡ്രോട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ദ periods of unusually dry weather and with little rainfall in a region where rains are normally expected. As such, a drought differs from dry climate which is usually associated with a region that is normally of seasonally dry. ഓരോ സീസണിൽ ഡ്രൈ ആകുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ഡ്രോട്ട് എന്ന് പറയുന്നു. വരണ്ട കാലാവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. Droughts often last of years. Drought is creeping calamity become the development slowly has a prological existence. The droughts are not confined to any particular technology and impact drought affects of developing countries more severely and the developed countries. Developed countries and undeveloped countries, developing countries-ലും അങ്ങനെ കൺട്രീസിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാതരം കാറ്റഗറീസ് ഓഫ് കൺട്രീസിലും നമ്മൾ ഡ്രോട്ട് വരുന്നു അല്ലേ എന്നും പറയുന്നു. നെക്സ്റ്റ് ക്രോപ്പ് ലോസസ്, ഹങ്കർ ആൻഡ് കോസ് ഓഫ് ഇമ്മൻസ് മിസർലി ആൻഡ് പുവർ പീപ്പിൾ. ലാസ്റ്റ് ഇതിനൊക്കെ ഇതിൻ്റെ കാരണങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ്? നമ്മുടെ പുവർ പീപ്പിളാണെന്ന്. അതുകൊണ്ട്